ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് നമ്മുടെ തന്നെ പഴയൊരു സൈറ്റിൽ വീണ്ടും ഒരു ആനവാ പണി വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇതാണ് നമ്മൾ വന്നേക്കുന്നത്. അപ്പോൾ അതിൻ്റെ കട്ടപണിയും കാര്യങ്ങളുമാണ്. ചരട് കെട്ടിയേക്കുന്നതും ഇവിടെയാണ് ആനവാ വരുന്നത്. നമ്മളിപ്പോൾ അതിൻ്റെ സെൻറ്ററൊക്കെ മാർക്ക് ചെയ്ത് ചരട് വലിച്ച് കെട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ മെയിനായിട്ട് ഇത് കാണിക്കാൻ ഇത് നമ്മൾ പലരും പല രീതിയിൽ കട്ട പണിയുന്നത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കട്ട പണിയുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് വീഡിയോ പിടിച്ചേക്കുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് കട്ട പണിയുന്നത്, നമ്മളെ രീതിയിൽ എങ്ങനെയാണ് നമുക്ക് നോക്കാം. നമുക്ക് ചെറിയൊരു തേപ്പുലൊക്കെ ഉണ്ട്. നമ്മുടെ കയ്യാലൊട്ടും സിമെൻ്റൊന്നും പറ്റില്ല കട്ട പണിതാലും. നമ്മൾ പരിക്കുന്ന നേരത്തെ രണ്ട് സൈഡും ഒരു ശകലിച്ച് പൊക്കി നിർത്തും. അത് കഴിഞ്ഞാണ് നമ്മൾ കട്ട എടുക്കുന്നത്. നമ്മളിത് 20 സെൻറ്റിമീറ്റർ കട്ടയാണ്. 20, 30, 20 ഈ കട്ട. നമ്മൾ സാധാരണ കട്ട വെച്ചു. നമ്മൾ പരുക്കനൊക്കെ ഇടുമ്പം അടുപ്പിച്ച് വെച്ചാൽ പരുക്കനൊക്കെ ഇടുമ്പോൾ സൈഡെല്ലാം തീർത്തായി ഇടുന്നത്. അതുകൊണ്ട് നമുക്ക് തുള്ളി പോലും ഗ്യാപ്പ് വരുന്നില്ല. നമ്മൾ അടുത്ത കട്ട വെച്ചു. അടുത്ത കട്ടയും വെച്ച് നമ്മൾ അടുത്ത തൂക്ക് ശരി നമ്മളെ തൂക്കൊക്കെ റെഡിയാക്കി നമ്മളിത് മെയിനായിട്ട് കാണിക്കുന്നത് ഈ വെട്ടിച്ചെലുത്തുന്നതിനെ കുറിച്ചാണ് കാണിക്കുന്നത്. കാരണം സാധാരണ ആരും വെട്ടിച്ചെലുത്തുന്നവരെല്ലാം സാധാരണ ചുമ്മാ വെട്ടിച്ചെലുത്തിട്ട് പോവുകയുള്ളൂ. നമ്മൾ വെട്ടിച്ചെലുത്തി ഈ സാധനം ശരിക്കും ടൈറ്റ് ആക്കുന്നുണ്ട്. ഉണ്ടോ കാണിച്ചാലേ? ഇതുണ്ടോ, വെട്ടിച്ചെലുത്തി കഴിയുമ്പോൾ ഇതുണ്ടോ ശരിക്കും ടൈറ്റ് ആകുന്നുണ്ട്. ഇതുണ്ടോ, വിരളൊന്നും അങ്ങോട്ട് കയറുന്ന പോലുമില്ല. അങ്ങനെയാണ് നമ്മൾ ടൈറ്റ് ആക്കുന്നത്. ഉണ്ടോ, നമ്മളൊക്കെ വെട്ടിച്ചെലുത്തിയത്തിലോട്ട് കണ്ടോ വിരലൊക്കെ കുത്തി കഴിയുമ്പോൾ വിരൽ കയറുന്ന പോലില്ല. ഇതുണ്ടോ. അപ്പം ഇങ്ങനെയാണ് നമ്മൾ കട്ട പണിയുന്നത്. ബാക്കിയുള്ളവരൊക്കെ കട്ടപ്പണി തീർന്നു കഴിയുമ്പോൾ തന്നെ കണ്ടോ ഓരായം നല്ല ക്ലിയറാണ്. ഈ ഓരായം നമുക്ക് കണ്ടോ ഇങ്ങനെ ക്ലിയറായി. ഇനി ചൂലിന് ഒറ്റയടി കൊണ്ട് കഴിച്ചാൽ പക്കാ ക്ലിയറാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ രീതിയിലുള്ള കട്ടപ്പണി. നമുക്കിനി അടുത്ത തവണ കാണാം.